തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി. ഓരോ പാർട്ടികളും അവരവരുടെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ജനുവരിയിൽ LDF ചേരും. ജനുവരിയിലെ യോഗത്തിൽ വിശദമായി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ശ്രീജിത്ത്, അല്പം മുൻപാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിന് ഏതെങ്കിലും തരത്തിൽ സംഘടനാ തലത്തിലുള്ള തകർച്ചയോ പരാജയമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വോട്ടുകൾ ചിലത് UDF-ലേക്ക് പോയി. അത് ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്നാണ്. ആ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്ന വിലയിരുത്തുന്ന യോഗം എപ്പോഴാണ് ഉണ്ടാവുക? പൊതുവിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ അവരവരുടേതായ നില ഈ തെരഞ്ഞെടുപ്പിൽ ആ കാര്യങ്ങൾ അവർ പരിശോധിച്ചു കഴിഞ്ഞോ? എത്രത്തോളം ഗൗരവത്തിലാണ് ഇടതുമുന്നണി ഇപ്പോഴുണ്ടായിരിക്കുന്ന തിരിച്ചടിയെ വിലയിരുത്തുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്? ഇന്ന് നടന്ന LDF യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലത്തിന്റെ അവലോകനം വിശദമായി നടന്നില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ചർച്ചയും നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തുന്നത് ഓരോ പാർട്ടികളും അവരവരുടെ തലത്തിലുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷമാകാമെന്നാണ് LDF പി രാമകൃഷ്ണൻ യോഗത്തെ CPM-ന്റെ അഭിപ്രായം. CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ശേഷം വ്യക്തമാക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. അങ്ങനെ ഓരോ പാർട്ടികളുടെയും കമ്മിറ്റികളുടെയോ വിശദമായ അവലോകനം കഴിഞ്ഞ ശേഷം ജനുവരി ആദ്യവാരം LDF-ന്റെ നേതൃയോഗം ചേരാം. ആ യോഗത്തിൽ വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിശദമായി അവലോകനം ചെയ്യാമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞിരിക്കുന്നത്. മറ്റ് ചർച്ചകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നില്ല. ജനുവരിയിൽ സമയമെടുത്ത് ഇക്കാര്യം വിലയിരുത്താമെന്ന ധാരണയിലാണ് യോഗം പിരിഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.